മനുഷ്യന്റെ കണ്ണ് പ്രകാശവും ആകൃതിയും നിറങ്ങളും പിടികൂടാൻ രൂപപ്പെട്ട പരിണാമത്തിന്റെ ഒരു മഹത്തായ കലാസൃഷ്ടിയാണ്. ക്യാമറ ലെൻസിനേക്കാളും വേഗത്തിൽ ഫോക്കസ് ചെയ്യാനും പൂർണ്ണമായ ഇരുട്ടിൽ ഒരൊറ്റ ഫോട്ടോൺ പോലും കണ്ടെത്താനും അതിന് പറ്റും. പക്ഷേ അതിൻ്റെ എല്ലാ അതിശയങ്ങളോടും കൂടിയും നമ്മുടെ ദൃഷ്ടി വളരെ പരിമിതപ്പെട്ടതാണ്. കഴുകൻ 2 മൈൽ അകലെ ഒരു മുയലിനെ പോലും കാണും. അവയുടെ കാഴ്ച നമ്മുടേതിനേക്കാൾ 8 ഇരട്ടിയാണ്. നമ്മൾ കാണുന്നത് മങ്ങലായ ദൂരദൃശ്യം, അവർക്ക് അത് കൂർപ്പുള്ള ഹൈ ഡെഫിനിഷനാണ്. മാൻറ്റിസ് ഷ്രിമ്പ് നിറങ്ങൾ മാത്രമല്ല കാണുന്നത്, നിറത്തിന്റെ അളവുകൾ കാണുന്നു. അൾട്രാ വയലറ്റ്, പോളറൈസ്ഡ് ലൈറ്റ്, മനുഷ്യനെ തന്നെ അതിരുകൾ കടന്ന ഒരു വാനവില്ല്. പാമ്പുകൾക്ക് വെളിച്ചം ആവശ്യമില്ല, അവർ ചൂടിനെ അനുഭവിക്കുന്നു, ഇരുട്ടിൽ പോലും. ഓരോ ചൂടുള്ള ശരീരം പോലും അവർക്ക് ഒരു ജ്വാല പോലെ തെളിയും. മരങ്ങൾ സ്വയം പൂക്കളിൽ അൾട്രാ വയലറ്റ് അടയാളങ്ങൾ വെളിപ്പെടുത്തുന്നു, നമുക്കൊരിക്കലും കാണാനാകാത്ത മധുവിലേക്കുള്ള രഹസ്യ വഴികാട്ടി. പൂച്ചകൾ, അവർ കണ്ണിലൂടെ നമ്മൾ ഒരിക്കലും ചെയ്യാനാകാത്തത്ര പ്രകാശം തിരിച്ചയക്കും. രാത്രിയിലെ ആ ഭയങ്കരമായ തെളിച്ചം മാന്ത്രികതയല്ല, അത് വേട്ടക്കാരന്റെ കാഴ്ചയെ പൂർണ്ണമാക്കി പരിണാമം ശില്പം ചെയ്ത ഫലം മാത്രം. അതിനാൽ ശരിയാണ്, നമ്മുടെ കണ്ണുകൾ സന്ധ്യാസൂര്യാസ്തമയങ്ങളും കലയും ആസ്വദിക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ കാണുന്ന ലോകം യഥാർത്ഥത്തിലുള്ളതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം. മറഞ്ഞിരിക്കുന്ന നിറങ്ങൾ, അദൃശ്യ ആകൃതികൾ, നമ്മെ ചുറ്റിപ്പറ്റി മുഴുവൻ മറ്റൊരു യാഥാർത്ഥ്യമാണുള്ളത്. അതിനാൽ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം നാം എത്ര നന്നായി കാണുന്നു എന്നതല്ല, എത്രത്തോളം നമ്മൾ അന്ധരാണ് എന്നതാണ്. ഫോളോ ഫോർ മോർ.